1,400,000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആ ഉദ്ഘാടന ചടങ്ങിൽ മഞ്ചേശ്വരത്തെ പരിപാടിയിൽ ആകെ പങ്കെടുത്തത് 1000-ഓ 2000-ഓ പേർ മാത്രമായിരുന്നു. ഒഴിഞ്ഞ കസേരകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ ഉദ്ഘാടന വേദി. JP നദ്ദ ഉദ്ഘാടകനായി എത്തുമെന്ന് പറഞ്ഞ വേദിയിൽ ഏറ്റവും അവസാനം എത്തിയത് ഗോവ മുഖ്യമന്ത്രി മാത്രമായിരുന്നു. അവിടെ മുതലേ ഇതിൻ്റെ കണക്കുകൂട്ടലുകൾ പാളി. അവിടെ നിന്ന് ഇങ്ങോട്ട് ആരാലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു യാത്രയായി ഈ കെ സുരേന്ദ്രൻ. ഇങ്ങനൊരു യാത്ര നടക്കുന്നുണ്ടോ എന്നൊരു ഇടവേളയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു പോസ്റ്ററൊക്കെ വന്നപ്പോഴായിരിക്കും പലരും ചിന്തിച്ചിട്ടുണ്ടാവുക, കേരളത്തിൽ ഇങ്ങനൊരു യാത്ര നടക്കുന്നുണ്ടോ. വിവാദങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതായത് ഈ ഒരു ഇത്തരത്തിൽ ഇത് ബോധപൂർവമാണ്, അത് നമുക്ക് അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിൽ ഒരു ഇമേജ് സൃഷ്ടിച്ചുകൊണ്ട് ഇതിനൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു PR വർക്കാണ് ഇപ്പോൾ കൃത്യമായിട്ട് നടന്നിട്ടുള്ളത്. അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തുടക്കം തൊട്ടേ പാളിയ ഒരു യാത്ര, ഒരു ദിവസം 7 കിലോമീറ്റർ മാത്രം നടക്കുകയും അധിക സമയം വാഹനത്തിൽ തുടരുകയും ജനങ്ങളോട് അധികം സംവദിക്കുകയും ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന, ചെല്ലുന്നിടത്തെല്ലാം ചോദ്യങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് കൃത്യമായ ഉത്തരം നൽകാതെ കെ സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നു എന്നതാണ് പൊതുവിൽ ഇതുവരെ ഈ യാത്ര മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ. പക്ഷേ അവരുടെ BJPയുടെ ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കുന്ന ആ നയങ്ങൾ, അല്ലെങ്കിൽ നാളത്തെ ഇന്ത്യ, ശ്രീ ബിജു മുത്തച്ഛി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളത്തെ ഇന്ത്യയുടെ ഒരു ചിത്രം അത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറയാനുള്ളൊരു ശ്രമമായിട്ട് ഏറ്റവും ബോധപൂർവമുള്ള സമർത്ഥമായ ഒരു PR വർക്കായിട്ടാണ് എനിക്കിതിനെ വായിച്ചെടുക്കാൻ തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സമൂഹം കേരളമാണ് എന്നുള്ളത് കൊണ്ടും ചർച്ചയാകുന്നതും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും കേരളത്തിലാണ് എന്നതുകൊണ്ടും ഉദ്ദേശിച്ചത് നേരെ എതിർദിശയിലേക്കായി, വിപരീതമായി പോയി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.